So symmetry means whether a flower can be divided into two. എങ്ങനെയെങ്കിലും ഒരു ഫ്ലവറിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ അതിന് സിമെട്രിക് എന്ന് പറയും. കട്ട് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ഈസിലി ഡിവൈഡബിൾ ഇൻറ്റു ടു, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതിന് പറയുന്ന പേരാണ് സിമെട്രി. നൗ ഈ സിമെട്രി ഉണ്ടെങ്കിൽ പല ടൈപ്പ് സിമെട്രി ഉണ്ട്. If a flower can be divided into two equal halves through multiple plane, പല പ്ലെയിനിലൂടെ ഒരു ഫ്ലവറിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയാൽ അതിന് പറയുന്ന പേരാണ് മൾട്ടിപ്പിൾ പ്ലെയിൻസ് ഓഫ് ഡിവിഷൻ, അല്ലെങ്കിൽ അതിന് പറയുന്ന പേരാണ് ആക്ടിനോമോർഫിക് കണ്ടീഷൻ. ആക്ടിനോമോർഫിക് എന്ന് വെച്ചാൽ a flower can be divided into two equal halves through more than one plane. ഈ ഡയഗ്രാം നോക്കൂ. This flower can be divided through two equal, രണ്ടായിട്ട് ഒരു ഫ്ലവറിനെ നമ്മൾ രണ്ടായിട്ട് മുറിക്കുകയാണ്. നെടുകെ മുറിക്കുമ്പോൾ തുല്യമായിട്ടുള്ള രണ്ട് ഭാഗം നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് മാത്രമല്ല, അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത് ഒന്നിൽ കൂടുതൽ പ്ലെയിനിൽ കൂടെ നമുക്ക് അങ്ങനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയാൽ അതിന് പറയുന്ന പേരാണ് ആക്ടിനോമോർഫിക് കണ്ടീഷൻ. അതിന് പറയുന്ന വേറൊരു പേരാണ് റേഡിയൽ കണ്ടീഷൻ. അതിന് പറയുന്ന വേറൊരു പേരാണ് റെഗുലർ. സോ എ ഫ്ലവർ ക്യാൻ ബി ആക്ടിനോമോർഫിക്, റേഡിയൽ ഓർ റെഗുലർ. See this diagram. So this is a pentamerous flower. What is meant by pentamerous flower? There are 5 whorls. ഓരോ വേളിലും 5 മെമ്പേഴ്സ് ഉണ്ട്. 5 കാലിക്സ്, 5 കൊറോള, 5 സ്റ്റേമൻസ്, 5 പെറ്റൽ, ഇതെല്ലാം ഉള്ളതുകൊണ്ടാണ് അതിന് പെൻഡാമിറസ് ഫ്ലവർ എന്ന് പറഞ്ഞത്. ആൻഡ് ദിസ് ഫ്ലവർ ക്യാൻ ബി ഡിവൈഡ് ഇൻറ്റു 2 equal halves through multiple planes. And this is called a zygomorphic. What is zygomorphic condition? A flower can be divided into 2 equal halves through only one plane. ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഓർക്കിഡ് ഫ്ലവർ എടുത്ത് നോക്കിയാൽ അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ ഒറ്റ പ്ലെയിനിൽ കൂടെ മാത്രമേ നമുക്ക് അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ആക്ടിനോമോർഫിക് കണ്ടീഷൻ. ദാറ്റ് ഈസ് കോൾഡ് സൈഗോമോർഫിക് കണ്ടീഷൻ. സൈഗോമോർഫിക്കിന് പറയുന്ന വേറൊരു പേരാണ് ബൈലാറ്ററൽ സിമെട്രി. സൈഗോമോർഫിക് അല്ലെങ്കിൽ ബൈലാറ്ററൽ. യു നോ ഹ്യൂമൻ ബീങ്സ് ആർ ബൈലാറ്ററൽ. ബട്ട് സ്റ്റിൽ സം ഫ്ലവേഴ്സ് ആർ അസിമെട്രിക്. ചില ഫ്ലവേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു രീതിയിലും രണ്ടായിട്ട് മുറിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഫ്ലവേഴ്സിന് പറയുന്ന പേരാണ് asymmetric flowers, asymmetrical flowers. Now we discussed about androphore. What is androphore? Androphore is the internode between corolla and androecium. അതായത് ചില ഫ്ലവേഴ്സിൽ ആൻഡ്രീഷ്യത്തിനെ ബെയർ ചെയ്യുന്ന ഒരു സ്റ്റോക്കിന്റെ പേരാണ് ആൻഡ്രോഫോർ. അതെങ്ങനെയാണ്? ഫ്ലവർ ഈസ് എ മോഡിഫൈഡ് ഷൂട്ട്. നോഡും ഇന്റർനോഡുകളൊക്കെ ഉള്ള ഒരു മോഡിഫൈഡ് ഷൂട്ടാണ് ഫ്ലവർ എന്നുള്ളതാണ് തിയറി. അപ്പം അങ്ങനെയാണെങ്കിൽ ആൻഡ്രോഫോർ എന്ന് പറഞ്ഞാൽ ആൻഡ്രീഷ്യത്തിനും സ്റ്റേമൻസിനും അല്ലെങ്കിൽ ആൻഡ്രീഷ്യത്തിനും കൊറോളയിലും ഇടയിലുള്ള ഇന്റർനോഡ് ചിലപ്പോൾ ഇലോങ്ങേറ്റ് ചെയ്ത് നിൽക്കും. അങ്ങനെയാണെങ്കിൽ ആ സ്റ്റോക്കിന്റെ പുറത്തായിരിക്കും ആൻഡ്രീഷ്യൻ നിൽക്കുന്നത്. അങ്ങനെയുള്ള ഇലോങ്ങേറ്റഡ് ഇന്റർനോഡിന് പറയുന്ന പേരാണ് ആൻഡ്രോഫോർ. അതുപോലെ വേറൊന്നുണ്ട് ഗൈനോഫോർ. വാട്ട് ഈസ് ഗൈനോഫോർ? ആൻഡ്രീഷ്യത്തിനും ഗൈനീഷ്യത്തിനും ഇടയിലുള്ള ഇന്റർനോഡ് ഇലോങ്ങേറ്റ് ചെയ്താൽ ഒരു സ്റ്റോക്കിന്റെ പുറത്തായിരിക്കും ഗൈനീഷ്യൻ നിൽക്കുന്നത്. അങ്ങനെയുള്ള സ്റ്റോക്കിന് പറയുന്ന പേരാണ് ഗൈനോഫോർ. Now we discussed about carpophore. That is, ചിലപ്പോൾ തലാമസ് വളർന്ന്, തലാമസ്, what is thalamus? The tip of the pedicel is called thalamus. അല്ലേ? തലാമസ് എന്താ ചെയ്യുന്നത്? തലാമസ് സബ്റ്റൻഡ് all the floral whorls. ഒരു ഫ്ലവറിന്റെ പെറ്റൽ, സെപ്പൽ, കാലിക്സ്, കൊറോള ഇതെല്ലാം പിടിച്ചു നിർത്തുന്നത് എവിടെയാണ്? തലാമസ് ആണ്. Tip of the pedicel is called thalamus. Now what are the variation in and what is androecium? Androecium is a collection of stamens. എന്താണ് സ്റ്റേമൻ? മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ്. സ്റ്റേമൻസിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? ഈച്ച് സ്റ്റേമൻസ് ആർ ഹാവിങ് എ സ്റ്റോക്ക്. ഇതൊരു സ്റ്റേമൻ ആണ്, അതിനൊരു സ്റ്റോക്ക് ഉണ്ട്. ദിസ് സ്റ്റോക്ക് ഇസ് അതർവൈസ് കോൾഡ് ഫിലമെന്റ്. മുകളിൽ പോളൻ ഗ്രെയിൻസ് ബെയർ ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ഉണ്ട്. സാക്ക് ലൈക്ക് സ്ട്രക്ചേഴ്സ് വിച്ച് ബെയർ പോളൻ ഗ്രെയിൻസ്, ദേ ആർ കോൾഡ് ആന്തേഴ്സ്. ഈ സ്റ്റോക്കിൽ ആന്തറിനെ കണക്ട് ചെയ്യുന്ന ഭാഗത്തിന് പറയുന്ന പേരാണ് connective. അപ്പോൾ ഒന്നുകൂടെ പറയാം. See, this is the stalk of the anther and that is called filament, and upper there is pollen bearing structures and that is called anther. This anther or anther is connected to filament at a point and that point is called connective. That is called connective. And often there are grouping of stamens. പലപ്പോഴും എന്തുണ്ട്? ഗ്രൂപ്പിംഗ് ഓഫ് സ്റ്റേമൻസ് കാണാറുണ്ട്. എന്താണ് ഗ്രൂപ്പിംഗ് ഓഫ് സ്റ്റേമൻസ് എന്ന് പറഞ്ഞാൽ ഓഫൺ ഫിലമെന്റ് സ്റ്റേമൻസിന്റെ ലെങ്തിൽ വ്യത്യാസം വരും.
സ്റ്റേമൻസിൻ്റെ ലെങ്ത് വ്യത്യാസം വരുമ്പോൾ ചിലപ്പോൾ 6 സ്റ്റേമൻ, ഇവിടെ നോക്കൂ 6 സ്റ്റേമൻ ഉണ്ട്, 4 സ്റ്റേമൻ ഇലോങ്ങേറ്റഡ് ആണ്, ഫിലമെന്റ് ഇലോങ്ങേറ്റഡ് ആണ്, 2 എണ്ണം ഷോർട്ടാണ്. അപ്പോൾ 6 എണ്ണത്തിലുള്ളതിൽ 4 എണ്ണം വലുതും 2 എണ്ണം ചെറുതുമാണ്. അങ്ങനെയുള്ള കണ്ടീഷന് പറയുന്ന പേരാണ് ടെട്രാ ഡൈനാമസ് എന്ന് വെച്ചാൽ ടെട്ര 4 വലുതും 2 ചെറുതും, അങ്ങനെ പറയുന്ന പേരാണ് ടെട്രാഡിനാമസ് സ്റ്റേമൻസ്. ടെട്രാഡിനാമസ് സ്റ്റേമൻസ്. നൗ so this is tetradinomous condition. There are large, 4 stamens are larger and 2 are smaller. And I told you, see, ഞാൻ എൻ്റെ കയ്യിൽ പിക്ചർ ഉണ്ട്, ഞാനത് ഞാൻ സി എന്താണ് സി ജസ്റ്റ് ഓപ്പൺ ദ ക്യാമറ. ക്യാമറ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ക്യാമറയുടെ സ്ക്രീൻ കാണാൻ പറ്റുമോ? എൻ്റെ കയ്യിലൊരു ഫ്ലവർ വെച്ചിട്ടുണ്ട്, കാണുന്നുണ്ടോ? കാണാം സാർ. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ സി നിങ്ങൾക്ക് മൊബൈലാണെങ്കിൽ എത്രമാത്രം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ദേ ഈ ട്യൂബ്, ഈ ഒരു ട്യൂബ് ഉണ്ടല്ലോ, ഈ ട്യൂബിൽ നിങ്ങൾ നോക്കിയാൽ ഏറ്റവും മുകളിലാണ് എന്ത് നിൽക്കുന്നത്? അറ്റ് ദ ടിപ്പ് യു ക്യാൻ സീ ദി ഗൈനീഷ്യം. ഇത് ഈ 5 ഭാഗമായിട്ട് നിൽക്കുന്ന ഗൈനീഷ്യമാണ്. എന്നാൽ അതിൻ്റെ പുറത്ത് യെല്ലോ കളറിൽ, ഇൻ മാൽവേസിയ ഫാമിലി യെല്ലോ കളറിൽ ഈ കാണുന്നതെല്ലാം പോളൻ ഗ്രേഡ്സ് ആണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ആന്തേഴ്സ് ഉണ്ട്, പോളൻ ഗ്രേഡ് അല്ല ആന്തേഴ്സ് ഉണ്ട്. ഈ ഒരുപാട് ആന്തേഴ്സ് ഉള്ളതിൻ്റെ ഫിലമെന്റ് എല്ലാം കൂടെ ചേർന്ന ഒരു ട്യൂബ് ആയിട്ടുണ്ട്. ഓക്കെ, സോ ദിസ് റെഡ് കളറേഷൻ ഇസ് എ ട്യൂബ് ആൻഡ് ത്രൂ ദ ട്യൂബ്, അല്ലെങ്കിൽ ആ ട്യൂബ് ഉണ്ടായത് എങ്ങനെയാണ്? ബൈ ദ ഫ്യൂഷൻ ഓഫ് ദ ഫിലമെന്റ്സ് ഓഫ് സ്റ്റേമൻസ്. അങ്ങനെ ഇഫ് ദ ഫിലമെന്റ്സ് ഓഫ് സ്റ്റേമൻസ് ആർ ഫ്യൂസ്ഡ്, സ്റ്റേമന്റെ ഫിലമെന്റ്സ് എല്ലാം ഫ്യൂസ് ചെയ്തിരിക്കുകയാണെങ്കിൽ അതിന് പറഞ്ഞ പേരാണ് മോണോഡൽഫസ് കണ്ടീഷൻ. ദാറ്റ് ഇസ് കോൾഡ് മോണോഡൽഫസ് കണ്ടീഷൻ ആൻഡ് ദാറ്റ് ഇസ് പോപ്പുലർ ഇൻ മാൽവേസിയ ഫാമിലി. Now, but in some cases they are fused. മിക്കവാറും എല്ലാ സ്റ്റെമൻസും ഫ്യൂസ് ആയിരിക്കും, പക്ഷെ ഒന്ന് ഫ്രീ ആയിട്ട് നിൽക്കും. സി ഫോർ എക്സാമ്പിൾ ഇൻ കോർഡാലിസ് ഫ്ലാവുല എന്ന് വെച്ചാൽ നമ്മുടെ സെസാൽപീനിയസിയ പോലെയുള്ള ഫാമിലികളിൽ, ഫാബേസിയയിലൊക്കെ 10 സ്റ്റേമൻസ് ഉണ്ട്, അതിൽ 9 എണ്ണം ഫ്യൂസ് ചെയ്ത് ഒരു ഫിലമെന്റും 1 എണ്ണം സെപ്പറേറ്റ് ചെയ്ത് നിൽക്കും. അതിന് പറയുന്ന പേരാണ് ഡയഡൽഫസ് കണ്ടീഷൻ. സോ സ്റ്റേമൻസ് ഫ്യൂസ് ടു ബിക്കം 2 ഗ്രൂപ്പ്സ്, ഫിലമെന്റ്സ് ഫ്യൂസ് ടു ബിക്കം 2 ഗ്രൂപ്പ്, such a condition is called diadelphous condition. So this is monodelphous, 1 group. Diadelphous means filaments fused to become 2 group, ഒരെണ്ണം സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്നു, ബാക്കി ഫിലമെന്റ് ഒന്നിച്ച് നിൽക്കുന്നു. And here the filaments are free but anthers are fused. Filaments free ആണ്, മുകളിൽ anthers fuse ചെയ്ത് നിൽക്കുന്നു. That is called syngenesious condition. That condition is called syngenesious. Now coming to carpel, and this is the female reproductive structure. If you see the carpel, on the base you can see the ovary, and there is a elongated filament-like structure extending from the ovary, and that is called style. And at the tip you can see the receptive region where anther will come and fall. ആന്തറിനെ റിസീവ് ചെയ്യുന്ന ഒരു ഭാഗം ഈ സ്റ്റൈലിൻ്റെ മുകളിലുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് സ്റ്റിഗ്മ. ആൻഡ് ഇഫ് യു സീ ദി ഓവറി, ഓവറിക്കകത്ത് ഓവ്യൂൾസ് ഉണ്ട്. ഓവറിക്കകത്ത് കണക്ട് ചെയ്തിരിക്കുന്ന പോയിന്റ് ആണ് പ്ലാസൻഡ. So this is the typical structure of a carpel, and this is the basal ovary, and this is the style, and this is the stigma. So often carpel is the uppermost level, that is the innermost word, carpel. Stigma is the tip of the carpel, that is receptive, that can receive pollen grains. Ovary is the base of the carpel and contain ovules. Style is the connection portion which connect ovary to the stigma. And there are different types of carpels. പല ടൈപ്പ് കാർപ്പൽസ് ഡിപ്പെൻഡിങ് ഓൺ ദ ഫ്യൂഷൻ. ഈ കാർപ്പലുകൾ ചേർന്നിട്ടുണ്ടോ? എന്താണ് കാർപ്പൽ? യൂണിറ്റ് ഓഫ് ഗൈനീഷ്യം. എന്താണ് ഗൈനീഷ്യം? കാർപ്പലുകൾ ചേർന്നതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ കാർപ്പലുകൾ ഉണ്ടെങ്കിൽ ഈ കാർപ്പലുകൾ ഒന്നിച്ച് ചേർന്നിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ടാണോ എന്നതിനെ ബേസ് ചെയ്തിട്ട് there are different types of carpels. One is called apocarpous carpel. What is apocarpous carpel? There are more than one carpels. ഒന്നിൽ കൂടുതൽ കാർപ്പലുകൾ ഉണ്ട്, അതെല്ലാം എന്താണ്? ഫ്രീ ആണ്. ഗൈനീഷ്യം is composed of more than one carpel, but they are free, and that condition is called apocarpous condition. And this is a typical apocarpous condition. See the center,
These are different carpels, but each carpels are free. ഓരോ കാർപ്പലും ഫ്രീ ആണ്. This is called apocarpus condition. And second one is called syncarpus. That means here the carpels are fused. Gynecia ഒക്കെ fused ആണ്, style മാത്രം free. Filament മാത്രം free. See, basal ovary എല്ലാം fused ആണ്, filament മാത്രം ഇങ്ങനെ free ആയിട്ട് നിൽക്കുന്നു. And this condition is called syncarpus condition. Gynoecium with fused carpels are called syncarpus condition. ഈ ചെമ്പരത്തിയിൽ നേരത്തെ നമ്മൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് അത് തന്നെയാണ്. When you see this malvaceae ഹിബിസ്കസിന്റെ ഫ്ലവർ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എന്താ, ഇവിടെ നോക്കൂ. ഈ ഹിബിസ്കസിന്റെ ഫ്ലവർ നിങ്ങൾ നോക്കിയാൽ ഈ അറ്റത്ത് കാണുന്ന 5 ഡിവിഷൻസ് മുകളിൽ കാണാൻ പറ്റും. ഈ 5 ഡിവിഷൻസ് എന്ന് പറയുന്നത് സ്റ്റിഗ്മയാണ്. ഈ 5 സ്റ്റിഗ്മയാണ്. 5 സ്റ്റിഗ്മ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? താഴെ ഓവറിയിൽ 5 കാർപ്പൽ ചേർന്നാണ്. 5 സ്റ്റിഗ്മ മീൻസ് ദർ ഇസ് 5 ലോക്കസ് ഉണ്ട്. അല്ലെങ്കിൽ കറക്റ്റായിട്ട് പറഞ്ഞാൽ 5 കാർപ്പൽ ചേർന്നതാണ് ഈ ഗൈനീഷ്യം. ആ 5 കാർപ്പൽ എന്തുണ്ട്? 5 ഓവറി ഉണ്ട്, പക്ഷെ അതെല്ലാം കൂടെ ചേർന്ന് ഒറ്റ ഓവറി ആയിട്ട് വന്നിട്ടുണ്ട്. അതിന് പറയുന്ന പേരാണ് സിൻകാർപ്പസ്. എന്നാൽ മുകളിൽ എന്താണ്? സ്റ്റിഗ്മ അത് 5ആയിട്ട് ഡിവൈഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. സ്റ്റിഗ്മ ഡിവൈഡ് ചെയ്ത് നിൽക്കുന്നു, ഫിലമെന്റും എന്താണ്? ഓവറിയും ഫ്യൂസ്ഡ് ആണ്. അതാണ് ഹിബിസ്കസ് റോസ സയൻസിൽ നിങ്ങൾ കാണുന്നത്. Now, normally if there are 3 stigma, അതിന് പറയുന്ന പേരാണ് ട്രൈഫിഡ് സ്റ്റിഗ്മ എന്ന് പറയാം. അതിൻ്റെ അർത്ഥം എന്താണ്? ട്രൈഫിഡ് എന്ന് വെച്ചാൽ താഴെ 3 ഓവറി ഫ്യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ 3 കാർപ്പൽ ഫ്യൂസ് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് മുകളിൽ 3 ഡിവിഷൻസ് കാണുന്നത്. So when 3 stigmas are present, it will be obvious that there are 3 locules or 3 cavities in the ovary formed by the fusion of 3 carpels. Now, when a flower is having only one carpel, ഗൈനീഷ്യം ഉണ്ടാക്കിയിട്ടുള്ളത് ഒറ്റ കാർപ്പൽ കൊണ്ടാണ്. എന്താണ് കാർപ്പല്? ഗൈനീഷ്യത്തിന്റെ യൂണിറ്റ് ആണ്. When a gynoecium is formed of only a single carpel, ഒറ്റ കാർപ്പൽ കൊണ്ടാണ് ഒരു ഗൈനീഷ്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് മോണോകാർപ്പസ് കണ്ടീഷൻ. So monocarpus means a flower has only one carpel, and when a flower is having only carpel, this kind of flowers are called monocarpus gynoecium. അതിന് പറയുന്ന പേരാണ് monocarpus gynoecium. When a flower is having when a plant is having only one carpel, that flower is called monocarpus gynoecium. ഒറ്റ കാർപ്പലേ അതിനകത്ത് കാണുള്ളൂ, ഒറ്റ ഓവറി, ഒറ്റ കാർപ്പൽ. Now there is a term called hypanthium. ഇനി അങ്ങോട്ട് നമ്മൾ പോകുമ്പോൾ പറയും what is hypanthium? hypanthium എന്ന് പറഞ്ഞാൽ there is a floral cup. ചില ഫ്ലവറുകളിൽ നിങ്ങൾ നോക്കിയാൽ there is a floral cup. എന്താണ് ഈ ഫ്ലോറൽ കപ്പ്? ഫ്ലോറൽ കപ്പ് എന്ന് വെച്ചാൽ ഈ പെറ്റലിന്റെയും സെപ്പലിന്റെയും ബേസുകളും സ്റ്റേമൻസിന്റെ ബേസും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഒരു കപ്പ് ഷേപ്പ് സ്ട്രക്ചർ ആയിട്ടുണ്ട്. അത് നോക്ക്, ദിസ് ഇസ് എ കപ്പ് ഷേപ്പ് സ്ട്രക്ചർ. ആ കപ്പ് ലൈക്ക് സ്ട്രക്ചറിന്റെ റിമ്മിൽ നിന്നാണ്, ആ കപ്പ് ലൈക്ക് സ്ട്രക്ചറിന്റെ ബോർഡറിൽ നിന്നാണ് സ്റ്റേമൻസ് ഉണ്ടാകുന്നത്. പിന്നെ എന്താണ്? അതിൽ നിന്നാണ് പെറ്റൽസ് ഉണ്ടാകുന്നത്. സോ ഫ്രം ദിസ് കപ്പ് ഷേപ്ഡ് സ്ട്രക്ചറിൽ നിന്നാണ് പെറ്റൽസും സ്റ്റേമൻസും എല്ലാം ഉണ്ടാകുന്നത്. So this kind of a structure is called hypanthium. Now depending on the position of ovary, ഇത് നമുക്ക് പ്രധാനമാണ്. How this നിങ്ങളിപ്പോൾ പഠിച്ചപ്പോൾ തന്നെ എന്താണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബെന്തമാൻ ഹൂക്കർ ക്ലാസിഫിക്കേഷൻ പഠിപ്പിച്ചപ്പോൾ we classified based on the position of ovary. ചില സ്ഥലത്ത് ഓവറിയുടെ പൊസിഷൻ അനുസരിച്ചാണ് ക്ലാസിഫിക്കേഷനിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഓവറി സുപ്പീരിയർ ആണോ, ഓവറി ഇൻഫീരിയർ ആണോ, ഓവറി നടുക്കാണ് നിൽക്കുകയാണ്. എന്താണ്? വൺ ഈസ് കോൾഡ് ഹൈപ്പോഗൈനസ്. എന്താണ് ഹൈപ്പോഗൈനസ് എന്ന് വെച്ചാൽ ഒരു ഫ്ലവർ എടുത്തു കഴിഞ്ഞാൽ ഈ ഫ്ലവർ നോക്കണേ, ഐ ജസ്റ്റ് ഷോ യു. സീ ദ ഫ്ലവർ ഇൻ മൈ ഹാൻഡ്. ഈ ഫ്ലവർ നോക്കിക്കോ. ഈ ഫ്ലവർ ഞാൻ ഓരോ പാർട്ടായിട്ട് ഇളക്കി എടുക്കുന്നത്. ഈ അടിയിൽ നിന്ന് ഏറ്റവും അടിയിൽ കാണുന്ന ഈ പച്ച സാധനമാണ് കാലിക്സ് ഞാൻ അങ്ങോട്ട് ഇളക്കി. ഇത് എന്താണ്? കൊറോള ഇങ്ങനെ വലിച്ചിളക്കി വെച്ചു, താഴ്ത്തി വെച്ചു. എന്നിട്ട് ഇതേണ്ട മോണോഡൽഫസ് ആയിട്ടുള്ള സ്റ്റേമന്റെ ഫിലമെന്റ് വേണ്ട ഞാനിതങ്ങ് ഇളക്കി. മോണോഡൽഫസ് ആയിട്ടുള്ള സ്റ്റേമന്റെ പുറത്തുള്ള ക്യാവിറ്റി ഞാനിതാണ്ട് പതുക്കെ അങ്ങോട്ട് ഇളക്കിയിട്ട് നോക്കുമ്പോൾ ഇതിനകത്ത് കണ്ടോ,
വെണ്ടയ്ക്ക പോലെ ഇതിനകത്ത് എന്തിരിപ്പുണ്ട്? കാണാൻ പറ്റുമെന്നില്ല. ഇതിനകത്ത് വെണ്ടയ്ക്ക പോലെ ഓവറി ഇരിപ്പുണ്ട്, കണ്ടോ? എന്ന് പറഞ്ഞാൽ ഈ ഇരുന്ന ഓവറിയുടെ പൊസിഷന്റെ ഏറ്റവും താഴെയാണ് ബാക്കി വേള്. കാരണം ഓവറിയാണ് ഏറ്റവും മുകളിൽ, ഓവറിയുടെ താഴെ സ്റ്റേമൻസ് വന്നു. അതായത് ആൻഡ്രീഷ്യ ഏറ്റവും മുകളിലത്തെ പൊസിഷൻ, അതിന്റെ താഴെ സ്റ്റേമൻസ് വന്നു, അതിന്റെ താഴെ പെറ്റൽ വന്നു, അതിന്റെ താഴെ സെപ്പൽ വന്നു. അങ്ങനെ വെൻ ദ പൊസിഷൻ ഓഫ് ഓവറി ഈസ് സുപ്പീരിയർ, ഏറ്റവും മുകളിൽ ഓവറിയാണ് വന്നത്, അല്ലെങ്കിൽ ഗൈനീഷ്യം ആസ് എ ഹോൾ, ഗൈനീഷ്യമാണ് ഏറ്റവും മുകളിൽ വന്നത്. ഗൈനീഷ്യം വേളിന്റെ താഴെയായിട്ട് സ്റ്റേമൻസ് വന്നു, അതിന്റെ താഴെ സെപ്പൽ വന്നു, പെറ്റൽ വന്നു, അതിന്റെ താഴെ സെപ്പൽ വന്നു. അങ്ങനെ വെൻ ദി പൊസിഷൻ ഓഫ് ഓവറി ഈസ് അറ്റ് ദ ടോപ്പ്, that condition is called hypogynous. അതിന് പറയുന്ന പേരാണ് hypogamy. So this is hypogynous condition. See, this is sepal, this is the ovary, or this is carpel അല്ലെങ്കിൽ ഗൈനീഷ്യ നിൽക്കുന്നു, അതിന്റെ താഴെ നിന്ന് സ്റ്റേമൻസ് വന്നു, അതിന്റെ താഴെ നിന്ന് പെറ്റൽസ് വന്നു, അതിന്റെ താഴെ സെപ്പലും വന്നു. ദിസ് ഇസ് കോൾഡ് ഹൈപ്പോഗൈനസ് ഇൻസേർഷൻ. ഹൈപ്പോഗൈനസ് കണ്ടീഷൻ ഇതാണ്. ഗൈനീഷ്യം ഈസ് സുപ്പീരിയർ അല്ലെങ്കിൽ ഓവറി ഈസ് സുപ്പീരിയർ. സി ദിസ് ഇസ് എ ടിപ്പിക്കൽ ഡയഗ്രാം. ഓവറി ഇവിടെ നിന്നാണ് നിൽക്കുന്നത്. അത് നോക്ക്, ഇവിടെ നമുക്ക് സംശയം തോന്നി, ഇത് ഓവറി അല്ലേ? സ്റ്റേമൻസ് തുടങ്ങുന്നത് ഇങ്ങ് താഴെ നിന്നാണ് പോകുന്നത്, ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. സ്റ്റേമൻസിന്റെ ഫിലമെന്റ് ഇങ്ങ് താഴെ വന്നിട്ടാണ് പോകുന്നത്. പെറ്റലും സെപ്പലും അതിന്റെയും താഴെയാണ്, ഈ ഫ്യൂസ് ചെയ്താണ് ഇങ്ങനെ പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഓവറിയുടെ പൊസിഷൻ സുപ്പീരിയർ ആണ്. ഇതിന് പറഞ്ഞ പേരാണ് ഹൈപ്പോഗൈനസ് കണ്ടീഷൻ. ഹൈപ്പോ, ഓൾ അതർ വേൾഡ്സ് ആർ ബിലോ ദി ഓവറി. നൗ ദിസ് ഇസ് കോൾഡ് പെരിഗൈനസ് കണ്ടീഷൻ. വാട്ട് ഈസ് പെരിഗൈനസ് കണ്ടീഷൻ? See, here ovary is half inferior അല്ലെങ്കിൽ ovary is half superior. What is half inferior എന്ന് പറഞ്ഞാൽ, the position of ovary is situated within a floral cup. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഹൈപ്പാന്തിയം. എന്താണ് ഹൈപ്പാന്തിയം? ഫ്ലോറൽ വേൾസ് ആയിട്ടുള്ള പെറ്റൽസിന്റെയും സെപ്പൽസിന്റെയും സ്റ്റേമൻസിന്റെ ഫിലമെന്റും ഒക്കെ ചേർന്ന് ഒരു കപ്പായിട്ട് ഫോം ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു കപ്പ് പോലെ ഫോം ചെയ്തിട്ടുണ്ട്. ആ കപ്പിന്റെ അകത്തു നിന്നാണ് ഓവറി ഉണ്ടായി വരേണ്ടത്. അതുകൊണ്ട് തന്നെ ഓവറിയുടെ പൊസിഷൻ ഒരു ഹാഫ് വേ എബവും ഹാഫ് ഇൻസൈഡ് ദ കപ്പുമായിട്ടിരിക്കും. അതിന് പറയുന്ന പേരാണ് പെരിഗൈനസ് കണ്ടീഷൻ. സോ ദിസ് ഇസ് പെരിഗൈനസ്. ദിസ് ഇസ് റോസ. റോസ ചെടി നിങ്ങൾ നോക്കിയാൽ റോസയിൽ ഇത് ഇങ്ങനെ ബേസിൽ ഒരു സ്വള്ളൻ പോർഷൻ ഉണ്ട്. ആൻഡ് ദിസ് സ്വള്ളൻ പോർഷൻ ഈസ് നത്തിങ് ബട്ട് ദാറ്റ് ഇസ് ഹൈപ്പാന്തിയം ആൻഡ് ദേ ആർ ഫോംഡ് ബൈ ദ ഫ്യൂഷൻ ഓഫ് സെപ്പൽസ്, പെറ്റൽസ്, സ്റ്റേമന്റെ ഫിലമെന്റ്. ഇതെല്ലാം കൂടെ ചേർന്ന് കണ്ടോ ഒരു റിം പോലെ ആയിട്ടുണ്ട്. പക്ഷെ ഓവറി എവിടെ നിന്നാണ് വരുന്നത്? ഇതിനകത്ത് നിന്നാണ് വരുന്നത്. അതുകൊണ്ട് ഓവറിയുടെ പൊസിഷൻ പകുതി അടിയിലും പകുതി മുകളിലുമാണ്. അതിന് പറയുന്ന പേരാണ് പെരിഗൈനസ് കണ്ടീഷൻ. ദിസ് കണ്ടീഷൻ ഇസ് കോൾഡ് പെരിഗൈനി. See the perigynous insertion. This is the hypanthial cup, and within the hypanthial cup ovary is located below. എന്നാൽ സ്റ്റൈലും സ്റ്റിഗ്മയും പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ദിസ് ഇസ് കോൾഡ് ഹാഫ് സുപ്പീരിയർ എന്നോ ഹാഫ് ഇൻഫീരിയർ എന്ന് പറയും. അതിന് പറയുന്ന പേരാണ് പെരിഗൈനസ് കണ്ടീഷൻ. The last one condition is called epigynous. Now what is epigynous condition? When the ovary is situated below the calyx എന്ന് പറഞ്ഞാൽ ഓവറി താഴെ തന്നെയാണ്, ഒരു സംശയം വേണ്ട. ഓവറി താഴെ തന്നെയാണ്. ഓവറി വാളിന്റെ മുകളിൽ നിന്നാണ് ബാക്കി എല്ലാ ഫ്ലോറൽ വേളും ഉണ്ടായി വരുന്നത്. See this diagram. Ovary is totally inferior and all other floral whorls are produced from the rim of the ovary wall. Ovary wallന്റെ പുറത്തു നിന്നാണ് ബാക്കി ഫ്ലോറൽ വേൾ എല്ലാം നിൽക്കുന്നത്. See, this is ovary. ഈ ഓവറിയുടെ മുകളിൽ നിന്ന് വന്നിട്ടാണ് ബാക്കി എല്ലാ വേളും ഉണ്ടാവുന്നത്. This is called an inferior ovary and this is called epigynous condition. ഇതിനെ പറയുന്ന പേരാണ് epigynous condition. See, inferior ovary and this is epigynous condition. See, നമ്മളെ ബൊഗൈൻവില്ലയിലൊക്കെ കാണുന്നത് അങ്ങനെയുള്ള ഇതാണ്. അങ്ങനെയുള്ള inferior condition, epigynous condition കാണാറുണ്ട്. Now, see now what is a bract? ഒരു ഫ്ലവറിന്റെ ആക്സിസിൽ ചിലപ്പോൾ പെഡിസെല്ല്, ഫ്ലവറിന്റെ പെഡിസെല്ല് ചിലപ്പോൾ ലീഫ് ലൈക്ക് അപ്പൻഡേജസ് കാണും. അതിന്റെ പേര് ബ്രാക്ട് എന്നാണ്. നമ്മുടെ നമ്മൾ കാണുന്ന നിക്ടാജിനേസിയ ഫാമിലിയിൽ വരുന്ന ബൊഗൈൻവില്ലയിൽ കളേർഡ് ആയിട്ട് കാണുന്ന ഭാഗം ആക്ച്വലി ദേ ആർ ബ്രാക്ട്സ്. അത് ഫ്ലവറിന്റെ പെറ്റൽ ഒന്നുമല്ല, ദേ ആർ ബ്രാക്ട്സ്. സോ ബ്രാക്ട്സ് ആർ സ്പെഷ്യലൈസ്ഡ് ലീഫ് ലൈക്ക് സ്ട്രക്ചർ പ്രസന്റ് ഓൺ ദി പെഡിസെൽ. പെഡിസെല്ല്, വാട്ട് ഈസ് പെഡിസെൽ? പെഡിസെൽ ഈസ് ദ സ്റ്റോക്ക് ഓഫ് ദി ഫ്ലവർ. അതിൽ കാണുന്ന ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സിനെ പറയുന്ന പേരാണ് ബ്രാക്ട്സ്. Now, what is involucre? If you see the Compositae family, Compositae എന്ന് പറഞ്ഞാൽ സൺഫ്ലവർ ഫാമിലി കണ്ടാൽ, അല്ലെങ്കിൽ ഡാലിയ ചെടിയുടെ ഫ്ലവർ എടുത്ത് നോക്കിയാൽ, അല്ലെങ്കിൽ എന്താണ് ജമന്തിയുടെയൊക്കെ ഫ്ലവർ എടുത്ത് നോക്കിയാൽ, ആ ഫ്ലവറിന്റെ പുറമെ ബ്രാക്റ്റുകളെല്ലാം കൂടെ ചേർന്ന് ഒരു റൗണ്ടഡ് ഗ്രീൻ സ്ട്രക്ചർ ആയിട്ടാണ്. ബ്രാക്റ്റുകൾ ചേർത്ത് വെച്ച് ഒരടുക്ക് ബ്രാക്റ്റ് കാണും, ഒരു വേൾ ഓഫ് ബ്രാക്റ്റ് കാണും. ദാറ്റ് ഇസ് കോൾഡ് ഇൻവല്യൂക്കർ. ദാറ്റ് ഇസ് കോൾഡ് ഇൻവല്യൂക്കർ ഓഫ് ബ്രാക്റ്റ്.
ഇനി എന്നാൽ see this is an inflorescence. See this is an inflorescence. What is inflorescence? A group of flower in a particular pattern of arrangement is called inflorescence. അങ്ങനെ ഒരു ഇൻഫ്ലോറസൻസ് ഉണ്ടെങ്കിൽ ആ ഇൻഫ്ലോറസൻസിൽ പല ബ്രാഞ്ചിലെറ്റ്സ് കാണും. ഫ്ലവറിൻ്റെ പല ബ്രാഞ്ചിലെറ്റ്സ് കാണും. അതിൽ ഓരോ ബ്രാഞ്ചിലും പിന്നെ ഫ്ലവേഴ്സ് ഉണ്ടാവും. അങ്ങനെ ഫ്ലവേഴ്സ് ഉണ്ടാവുമ്പോൾ അവിടെ കാണുന്ന ഓരോ പൊസിഷനിലും കാണുന്ന ഔട്ട് ഗ്രോത്തിന് പിന്നെ പറയുന്ന പേരാണ് എന്താണ്? ഇൻവല്യൂസൽ. സോ ഒരു ആദ്യം കാണുന്ന ഔട്ട് ഗ്രോത്തിന് പറയുന്ന പോലെ ബ്രാക്റ്റ് ആണ്. ഇൻവല്യൂക്കർ അല്ലെങ്കിൽ ബ്രാക്റ്റ് എന്ന് പറയും. അത് കഴിഞ്ഞ് വീണ്ടും ഇൻഫ്ലോറസൻസിൽ വീണ്ടും ചെറിയ ബഞ്ചുകൾ ഉണ്ടാവും. അങ്ങനെ ഓരോ ബഞ്ചും ഉണ്ടാവുമ്പോൾ അവിടെ വീണ്ടും ലീഫ് ലൈക്ക് പ്രൊജക്ഷൻ കണ്ടാൽ അതിന് പറയുന്ന പേരാണ് ബ്രാക്ടിയോൾ. ബ്രാക്ടിയോൾ എന്ന് പറഞ്ഞാൽ ഇൻഫ്ലോറസൻസിൽ ഓരോ ഫ്ലവറിനെ സബ്റ്റൻഡ് ചെയ്യുന്ന ലീഫ് ലൈക്ക് സ്ട്രക്ചറാണ് ബ്രാക്ടിയോൾ. അപ്പം അങ്ങനെ ബ്രാക്ടിയോൾസ് ഉണ്ടെങ്കിൽ, അങ്ങനെ കുറേ ബ്രാക്ടിയോൾ ഒന്നിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഇൻവല്യൂസൽ. അപ്പോൾ ഇൻവല്യൂക്കർ എന്ന് വെച്ചാൽ ബ്രാക്റ്റ്, ഇൻവല്യൂസൽ എന്ന് വെച്ചാൽ ബ്രാക്ടിയോൾസിന്റെ കൂട്ടം. Now you can see a flower called spathe. നമുക്കറിയാം ആന്തൂറിയം പോലത്തുള്ള പ്ലാന്റ്സിൽ യു ക്യാൻ സീ ദർസ് എ ലാർജ് ബ്രാക്ട്. ആന്തൂര്യത്തിൽ എന്താണ് കളർഫുൾ ആയിട്ട് കാണുന്നത്? ദാറ്റ് ഇസ് എ ബ്രാക്ട്. അതൊരു ബ്രാക്ട് ആണ്. ആ നടുക്ക് കാണുന്നത് ഇൻഫ്ലോറസൻസ് ആണ്. മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും കൂടെ ചേർന്നുള്ള ഇൻഫ്ലോറസൻസ് ആണ് കാണുന്നത്. ഈ പുറത്ത് കാണുന്നത് ബ്രാക്ട് ആണ്. സോ ദിസ് ബ്രാക്ട് വിൽ കവർ കംപ്ലീറ്റ്ലി ദ ഇൻഫ്ലോറസൻസിനെ കംപ്ലീറ്റ് ആയിട്ട് ഒരു ബ്രാക്ട് കവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് സ്പേത്ത്. അതിന് പറയുന്ന പേരാണ് സ്പേത്ത്. Now, in some cases, leaves are like petals. Bract are like petals. ചില കേസിൽ ബ്രാക്ട് പെറ്റൽസിനെ പോലെ കാണും. അതിന് പറയുന്ന പേരാണ് പെറ്റലോയിഡ് ബ്രാക്ട്. Now, there is another one called glooms. What is glooms? നെൽച്ചെടി, നെല്ലിലൊക്കെ ഡ്രൈ ആയിട്ടുള്ള സ്കെയിലി ലീവ്സ് കാണും. നെല്ലിൻ്റെയൊക്കെ പുറത്ത്, നെല്ലിൻ്റെ പൂവിൻ്റെയൊക്കെ പുറത്ത് ഡ്രൈ സ്കെയിലി ആയിട്ടുള്ള ബ്രാക്റ്റുകൾ കാണും. അതിന് പറയുന്ന പേരാണ് glooms. സോ കാലിക്സ് ഈസ് ദി ഫസ്റ്റ് വേൾ ഓഫ് ഫ്ലവർ. നമുക്കറിയാം കാലിക്സ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഈ ഫ്ലവർ നോക്കിയാൽ ഏറ്റവും പുറമേ കാണുന്ന വേളാണ് കാലിക്സ്. ഈ ഫ്ലവറിൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം ഇതിൻ്റെ ഏറ്റവും പുറമേ കണ്ട വേൾ, ഈ പച്ച കളറിൽ ഏറ്റവും പുറമേ ഇരിക്കുന്നതാണ് എന്താണ്? ഈ പച്ച കളറിൽ ഇതൊരു ചെമ്പരത്തിയുടെ ബഡാണ്. ഇതിൽ ഏറ്റവും പുറമേ ഇരിക്കുന്ന ഈ വേളിന് പറയുന്ന പേരാണ് എന്താണ്? കാലിക്സ്. ഏറ്റവും പുറമേയുള്ള വേൾ. സോ ഡിപ്പെൻഡിങ് ഓൺ ദി ലോഞ്ചിവിറ്റി, ഈ കാലിക്സിന്റെ സ്വഭാവം അനുസരിച്ച് പല ടൈപ്പിലുള്ള കാലിക്സുകളുണ്ട്. ഒന്ന് കഡൂക്കസ്. എന്താണ് കഡൂക്കസ് എന്ന് പറഞ്ഞാൽ? ഒരു ഫ്ലവർ ഓപ്പൺ ചെയ്ത ഉടൻ കാലിക്സ് കൊഴിഞ്ഞു പോകും. സോ വെൻ ദ സെപ്പൽസ് fall off at the time of opening of a flower, that is called caducous calyx. ഇനി there is another one is called deciduous. What is deciduous? What is deciduous? സെപ്പൽസ് പോളിനേഷൻ കഴിഞ്ഞ് വീഴുകയോ അല്ലെങ്കിൽ പോളിനേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ സെപ്പൽസ് കൊഴിഞ്ഞു പോയാൽ അതിന് പറയുന്ന പേരാണ് ഡെസിഡുവസ് കണ്ടീഷൻ. എന്നാൽ ചില കേസുകളിൽ കാലിക്സ് അവിടെ തന്നെ കാണും. സെപ്പൽസ് ഇപ്പം നമുക്കറിയാമല്ലോ, ബ്രിഞ്ചാൾ, ടൊമാറ്റോ, ബ്രിഞ്ചാളൊക്കെ എടുത്ത് നോക്കിയാൽ ആ ബ്രിഞ്ചാളിൻ്റെ കീഴ്ഭാഗത്ത് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ തന്നെ അതിൻ്റെ കാലിക്സ് അവിടെ ഇരിപ്പുണ്ട്, പച്ചക്കളറിൽ. ദാറ്റ് ഈസ് കോൾഡ് പെർസിസ്റ്റന്റ് കാലിക്സ്. അതിന് പറയുന്ന പേരാണ് പെർസിസ്റ്റന്റ് കാലിക്സ്. സീ ദ പൊസിഷൻ ഓഫ് കാലിക്സ്. കാലിക്സ് ഇങ്ങനെ പുറത്ത് നിൽക്കുകയാണ്. തക്കാളിയിലൊക്കെ കാലിക്സ് അവിടെ തന്നെ കാണും. പക്ഷെ ചില കേസുകളിൽ സെപ്പൽസ് എന്താണ്? വിരിഞ്ഞോടൻ കൊഴിഞ്ഞു പോവുകയും ചെയ്യും. സെപ്പൽസ് കൊഴിഞ്ഞു പോകുന്ന ഒരു പ്ലാന്റ് നിങ്ങൾക്കറിയാം, നമ്മുടെ അനോണാസ് കോമോസ, മുന്തിരി കണ്ടിട്ടില്ലേ? മുന്തിരിങ്ങ, അനോണാസ് കോമോസ മുന്തിരിങ്ങ. നമ്മുടെ ആത്ത എന്ന് പറഞ്ഞ സാധനത്തിൽ ഫ്ലവർ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ നിന്ന് തിക്കായിട്ടുള്ള 3 സെപ്പൽ അടന്ന് താഴെ വീഴുന്ന് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ദെൻ കമ്മിങ് ടു കൊറോള. കൊറോള ഫ്രീ ആണെങ്കിൽ പോളിപെറ്റാലസ്, കൊറോള ഫ്യൂസ്ഡ് ആണെങ്കിൽ ഗാമോപെറ്റാലസ്. ആൻഡ് ദിസ് ഇസ് പോളിപെറ്റാലസ് കണ്ടീഷൻ ആൻഡ് ദിസ് ഇസ് ഗാമോപെറ്റാലസ് കണ്ടീഷൻ. And when only one flower is present in a pedicel, ഒറ്റ ഫ്ലവർ ഒരു സ്റ്റോക്കിൽ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇതിന് പറയുന്ന പേരാണ് സോളിറ്ററി ഫ്ലവേഴ്സ്. So it's not a bunch of flower. When a single flower is present in a pedicel, that is called solitary flowers. When number of flowers are seen together, that is called inflorescence. ഒന്നിൽ കൂടുതൽ ഫ്ലവർ ഒന്നിച്ച് ചേർന്ന് ഒരു കൂട്ടമായിട്ട് നിന്നാൽ അതിന് പറയുന്ന പേരാണ് ഇൻഫ്ലോറസൻസ്. ഒരു ഇൻഫ്ലോറസൻസ് ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ, see this diagram, ഒരു കോമൺ സ്റ്റോക്ക് കാണും അല്ലേ? ഈ കോമൺ സ്റ്റോക്ക് ഓഫ് ഇൻഫ്ലോറസൻസ് ഇസ് കോൾഡ് പെഡങ്കിൾ. ഇൻഫ്ലോറസൻസ് ബെയർ ചെയ്യുന്ന സ്റ്റോക്കിന് പറയുന്ന പേരാണ് എന്താണ്? പെഡങ്കിൾ. ആ പെഡങ്കിളിൽ നിന്ന് ബ്രാക്റ്റ് വരും. ആ ബ്രാക്റ്റിൽ നിന്ന് അത് വീണ്ടും ഡിവൈഡ് ചെയ്ത് ഫ്ലവറിന്റെ സ്റ്റോക്കുകൾ ഉണ്ടാവും. ഈ ഫ്ലവറിന്റെ പെഡങ്കിളിൽ നിന്ന് ഫോം ചെയ്ത് വരുന്ന പിന്നെയുള്ള സ്റ്റോക്കിന് പറയുന്ന പേരാണ് പെഡിസൽ. ഓക്കെ.
So what is peduncle and what is pedicel? ഇത് അറിഞ്ഞിരിക്കണം. Peduncle is common axis of the inflorescence. Pedicel is the stalk of the flower. Pedicel ഇല്ലെങ്കിൽ ആ ഫ്ലവറിന് പറയുന്ന പേരാണ് sessile flower. Sessile flower. Without pedicel is called sessile flower. Now, if the oldest flower, there are two kind of inflorescence. One is called cymose inflorescence and the second one is called racemose inflorescence. രണ്ട് type inflorescence ഉണ്ട്. ഒന്ന് cymose inflorescence, രണ്ട് racemose inflorescence. So first one is cymose inflorescence. What is cymose inflorescence? This is a stalk. ഇത് ഒരു stalk ആണ്, ഒരു peduncle ആണ് അല്ലേ? ഇതെല്ലാം ഒരു inflorescenceന്റെ representations ആണ്. So this is the peduncle and this peduncle terminated in a flower. Peduncle നേരെ വന്ന് എന്ത് ചെയ്തു? ഓൾഡസ്റ്റ് ഫ്ലവർ പെഡങ്കിൾ, ഒരു പെഡങ്കിൾ ഉണ്ടായി വരുന്നു, അതിൽ ഒരു ഫ്ലവർ വിരിഞ്ഞു, അത് ഓൾഡസ്റ്റ് ഫ്ലവർ ആണ്. അത് കഴിഞ്ഞിട്ട് ആ ഫ്ലവറിന്റെ ആക്സിസിൽ നിന്ന് പിന്നെ ലാറ്ററൽ ബ്രാഞ്ച് ഉണ്ടായി, പിന്നെ ഫ്ലവർ ചെയ്യും. സോ ദ പെഡങ്കിൾ ടെർമിനേറ്റ് ഇൻ എ ഫ്ലവർ, അല്ലെങ്കിൽ ഓൾഡസ്റ്റ് ഫ്ലവർ ടിപ്പിൽ കാണും. ഏറ്റവും പെഡങ്കിളിന്റെ ടോപ്പിൽ ഓൾഡസ്റ്റ് ഫ്ലവർ കാണും. പിന്നെ ഉള്ള ഫ്ലവറിംഗ് എല്ലാം ആ ഇൻഫ്ലോറസൻസിൽ സൈഡിൽ നിന്നാണ് പൂക്കൾ വരുന്നതെങ്കിൽ അതിന്റെ പറയുന്ന പേരാണ് സൈമോസ് ഇൻഫ്ലോറസൻസ്. ഓക്കെ, സോ സൈമോസ് ഇൻഫ്ലോറസൻസ് ഈസ് ദി ഓൾഡസ്റ്റ് ഫ്ലവർ ടെർമിനേറ്റ് ഇൻ ദി ആക്സിസ്. ഓൾഡസ്റ്റ് ഫ്ലവർ ആക്സിസ് ആയിട്ട് പോകും. എന്നിട്ട് ഈ ഓൾഡസ്റ്റ് ഫ്ലവേഴ്സിൽ നിന്ന് രണ്ട് സൈഡിലോട്ട് ഒരു സൈഡിലോട്ട് എന്താണ് ഇൻഫ്ലോറസൻസ് ഇങ്ങനെ വരാം. എന്താണ് ഇതിന്റെ പ്രത്യേകത? See, ഈ ഓൾഡസ്റ്റ് ഫ്ലവർ ടെർമിനേറ്റ് ഇൻ എ ഫ്ലവർ, എന്നിട്ട് അതിൽ നിന്ന് എന്താണ് രണ്ട് സൈഡിലോട്ട്. ഇവിടെ നോക്ക്, ദിസ് എ സിമ്പിൾ സെയിം. വാട്ട് ഇസ് എ സിമ്പിൾ സമയം? ദ ഓൾഡസ്റ്റ് ഫ്ലവർ ടെർമിനേറ്റഡ് ഇൻ ദി പെഡങ്കിൾ ആൻഡ് ഫ്രം ദ ലാറ്ററൽ സൈഡിൽ നിന്ന് ബഡ്സ് ഡെവലപ്പ് ചെയ്ത് രണ്ട് യങ്ങർ ഫ്ലവർ ഉണ്ടായി. ഇനി കോമ്പൗണ്ട് സൈം നോക്കുമ്പോഴോ, ദി ഓൾഡസ്റ്റ് ഫ്ലവർ ടെൻസ് ഇൻ എ ഫ്ലവർ, ഫ്രം ദ ലാറ്ററൽ സൈഡ് രണ്ട് ബ്രാഞ്ചിലെറ്റ് ഉണ്ടായി. അതും എന്താണ്, ടെർമിനലിൽ ഓൾഡർ ഫ്ലവർ വരും, സൈഡിൽ ചെറിയ ഫ്ലവർ വരും. അങ്ങനെ രണ്ട് സൈഡിലോട്ട് ബ്രാഞ്ചിങ് വന്നാൽ അതിന്റെ പേരാണ് കോമ്പൗണ്ട് സൈൻ. എന്നാൽ ചില കേസുകളിൽ ദ ഓൾഡസ്റ്റ് ഫ്ലവർ ടെർമിനേറ്റ്സ് ഇൻ ദ പെഡങ്കിളിന്റെ അറ്റത്ത് ഓൾഡസ്റ്റ് ഫ്ലവർ തന്നെ വന്നു, പക്ഷെ പിന്നെ ഉള്ള ബ്രാഞ്ചിങ് അല്ല, ഒരു സൈഡിലോട്ടാണ്. വലത്തെ സൈഡിലോട്ട് അടുത്ത ഫ്ലവർ ഡെവലപ്പ് ചെയ്തു, ആ പെഡിസെല്ലിൽ നിന്ന് അടുത്തത് ഡെവലപ്പ് ചെയ്തു, ആ പെഡിസെല്ലിൽ നിന്ന് അടുത്തത് ഡെവലപ്പ് ചെയ്തു. അങ്ങനെ വെൻ ദി ഫ്ലവേഴ്സ് ഡെവലപ്പ് ഓൺലി ടു വൺ സൈഡ്, ഒരു സൈമോസ് ഇൻഫ്ലോറസൻസിൽ ഒരു സൈഡിലോട്ട് മാത്രം ഇൻഫ്ലോറസൻസ് ബ്രാഞ്ച് ചെയ്ത് പോയാൽ അതിന് പറയുന്ന പേരാണ് സ്കോർപ്പിയോയിഡ് സൈൻ. ദാറ്റ് ഇസ് കോൾഡ് സ്കോർപ്പിയോയിഡ് സൈൻ. ഓക്കെ.